one thought for the day. ഇന്നത്തെ തോട്ട്, നമ്മൾ എന്തൊക്കെ കഴിച്ചാലാണ് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക? എന്ത് ഫുഡിൽ മാറ്റങ്ങൾ വരുത്തണം? എന്ത് പച്ചക്കറി അല്ലെങ്കിൽ എന്ത് ഫ്രൂട്ട്സാണ് ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആകുമല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണം ചെയ്തു കഴിഞ്ഞാൽ ഈ ലിവറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇതും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യം ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ലിവർ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാം. അങ്ങനത്തെ ഏത് ടൈപ്പ് ഫുഡാണ് നല്ലതെന്ന് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയ ഫുഡാണ് ലിവറിന് നല്ലത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചീര, മുരിങ്ങേൻ്റെ ഇല, ഇതൊക്കെ അതിൽ നല്ലതാണ്. അതിൽ ക്ലോറോഫിൽ പാക്ഡ് ആണ്. അത് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ നല്ലതാണ്. ബീട്രൂട്ട് ഇതേപോലെ ആൻറ്റി ഓക്സിഡൻസിലും നൈട്രേറ്റ്സിലും ഹൈ ആണ്. പിന്നെ അതേപോലെ തന്നെ ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും നല്ലതാണ്. ഇനി ടെർമറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞളിൽ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും ലിവർ സെൽ റീജനറേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള കോമ്പൗണ്ട്സ് അവൈലബിൾ ആണ്. ഗാർലിക്, അതായത് നമ്മുടെ വെള്ളുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്ത് ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നമ്മുടെ ഫിഷിൽ omega-3 ഫാറ്റി ആസിഡ്സിൽ റിച്ച് ആയിട്ടുള്ള ഫിഷ്, അതായത് സാൽമൺ, മാക്കറൽ, ഇതൊക്കെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും ഫാറ്റി അക്യുമുലേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ ഇനി നമ്മുടെ വേറെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതായത് ബ്രോക്കോളി, കോളിഫ്ലവർ, ഇതൊക്കെ ലിവർ ഡീടോക്സ് എൻസൈംസ് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ എക്സലൻ്റ് ആണ്. ഇനി ബെറീസ്, അതായത് ബ്ലൂബെറി, ക്രെയിൻബെറി എന്നൊക്കെ പറഞ്ഞത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതാണ്. അതുകൊണ്ട് തന്നെ ലിവർ ഡാമേജിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത്, അത് ഹെൽത്തി ഫാറ്റ് നിറഞ്ഞാണ്. അതിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെ ആ രീതിയിലാണ്. അതുകൊണ്ട് ലിവർ ഡാമേജ് റെഡ്യൂസ് ചെയ്യുന്നു. ഗ്രീൻ ടീ അതുപോലെ തന്നെ ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. കാറ്റച്ചിൻസും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ലിവർ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നു. വാൾനട്ട് ഇതേപോലെ അമിനോ ആസിഡിലും omega-3 ഫാറ്റി ആസിഡിലും റിച്ച് ആണ്. അതുകൊണ്ട് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വാൾനട്ട്സ് നല്ലതാണ്. ഒലീവ് ഓയിൽ ഇതേപോലെ ലിവർ എൻസൈം ലെവൽസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഫാറ്റ് അക്യുമുലേഷനെയും കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മെഡിസിൻ്റെ ഒപ്പം ഈ പഥ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫുഡ് എന്ത് കഴിക്കണം നല്ലതാണ് എന്ന് നോക്കുന്നതാണ് പഥ്യം. അപ്പോൾ ഈ കാര്യം അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നമുക്ക് ഒരു പരിധി വരെ ഒരു 50% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിൻ്റെ കണ്ടീഷൻ, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഫുഡ് നിങ്ങളുടെ നിത്യ ഭക്ഷണത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റാണ് ഉണ്ടാവുക. സോ താങ്ക് യു വെരി മച്ച്.